ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം രാവിലെയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം വാർത്തകളുടെ ദിവസം നമ്മൾ സജീവമായി ആരംഭിക്കുകയാണ്. ഇന്നലെ ചാലക്കുടി ബാങ്കിൽ കവർച്ച നടന്നു. അതിൻ്റെ അന്വേഷണം വളരെ ഊർജിതമായി നടക്കുകയാണ്. ഈ കവർച്ചയ്ക്ക് ശേഷം ഇയാൾ കടന്നത് എറണാകുളം ഭാഗത്തേക്കാണ് എന്ന സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഇനി അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് പഞ്ചാബിൽ അമൃത്സറിലേക്ക് എത്തിയ വിമാനം വലിയ വിവാദമായിരുന്നു, അനധികൃത കുടിയേറ്റക്കാരെയും കൊണ്ട്. ഇന്ന് മറ്റൊരു വിമാനം അത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെയും കൊണ്ട് വരുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ, തടവുകാരെ കൊണ്ടുവരുന്നത് പോലെ ആ തരത്തിലാണോ ഇനി കൊണ്ടുവരിക? അങ്ങനെ പല പല കാര്യങ്ങൾ അറിയാനുണ്ട്. അതിലേക്കൊക്കെ പോകാം. നമുക്ക് വളരെ വിശദമായി ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ചാലക്കുടിയിൽ ബാങ്ക് കവർച്ചയ്ക്ക് ശേഷം കൊള്ളക്കാരൻ കടന്നത് എറണാകുളം ഭാഗത്തേക്കെന്ന സൂചന. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന. കത്തികാട്ടി വിറപ്പിച്ച് കവർന്നത് 15 ലക്ഷം രൂപ. BJPയിൽ K. സുരേന്ദ്രൻ തുടരുമോ അതോ പുതിയ അധ്യക്ഷൻ വരുമോ? സംസ്ഥാന അധ്യക്ഷനെ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കും. ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, MT രമേശ് എന്നിവരുടെ പേരുകൾ ചർച്ചയിൽ. എറണാകുളത്തെ ചന്ദർ കുഞ്ച് ഫ്ളാറ്റ് മരടിലെ മാതൃകയിൽ പൊളിക്കാൻ ആലോചന. ഒഴിപ്പിക്കലിലും പുനർനിർമ്മാണത്തിലും തീരുമാനമെടുക്കണം. കളക്ടർ അധ്യക്ഷനായ സമിതി ഇന്ന് ഫ്ളാറ്റ് സന്ദർശിക്കും. ഡൽഹി മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. BJP നേതൃയോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വനിതാ മുഖ്യമന്ത്രിക്ക് സാധ്യതയെന്ന് റിപ്പോർട്ട്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയവരുമായി രണ്ടാമത്തെ വിമാനം ഇന്നെത്തും. വിമാനം ഇറങ്ങുക അമൃത്സറിൽ. പഞ്ചാബിനെ അപകീർത്തിപ്പെടുത്താനുള്ള BJP ശ്രമമാണെന്ന് ആം ആദ്മി സർക്കാർ. നിലപാട് മയപ്പെടുത്തി ഹമാസ്. 3 ബന്ദികളെ കൂടി ഇന്ന് മോചിപ്പിക്കും, സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. വിദ്യാർത്ഥി ജീവനൊടുക്കിയ കുറ്റിച്ചൽ സ്കൂളിലെ ക്ലർക്കിനെതിരെ നിരവധി പരാതികൾ. അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ്. പോലീസിന്റെ തുടർ നടപടികൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം. തൃശൂർ ചാലക്കുടിയിലെ ബാങ്ക് കൊള്ളയിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. മോഷ്ടാവ് എറണാകുളം ജില്ല വിട്ടു പോയിട്ടുണ്ടാവില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ വിപുലമായ പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്നലെ സിനിമയെയൊക്കെ തോൽപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത്. ഇന്നിപ്പോൾ ഒരു പുതിയ അന്വേഷണ സംഘത്തിന് എത്രത്തോളം സാധ്യതയുണ്ട്? പോലീസിന്റെ പ്രാഥമിക നിഗമനങ്ങൾ ഈ കവർച്ച നടത്തിയ ആളെ കുറിച്ച് എന്തൊക്കെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇന്നലെ കേരളത്തെ അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന രീതിയിലാണ് സൂചിപ്പിച്ച പോലെ സിനിമാ ശൈലിയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ബാങ്ക് കവർച്ചയാണ് ഇന്നലെ നടന്നത്. 2.5 മിനിറ്റ് മാത്രമാണ് ഈ ബാങ്ക് കവർച്ചയ്ക്ക് ഇയാൾ എടുത്തത് എന്നതാണ് പോലീസ് അതിൽ വ്യക്തമായി അടയാളപ്പെടുത്തുന്നത്. കാരണം അതുകൊണ്ട് തന്നെ അത് വളരെ പരിചിതനായ അല്ലെങ്കിൽ നിരീക്ഷിച്ച ശേഷം ഇത് ചെയ്ത ഒരാൾ എന്ന രീതിയിലാണ് നിലവിൽ പോലീസിൻ്റെ ഒരു അന്വേഷണം പോകുന്നത്. ഇന്നലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭ്യമായതിൽ ഇയാൾ അങ്കമാലി ഭാഗത്തേക്ക് എത്തി എന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ടാകാം എന്ന രീതിയിൽ തന്നെ പോലീസ് പരിശോധന നടത്തുന്നത്. കാരണം അപ്പോഴേക്കും തന്നെ ഇയാളെക്കുറിച്ച് ഒരു രൂപം അത്തരം രീതിയിലുള്ളൊരു പരിശോധനകൾ പോലീസ് വിപുലമാക്കിയിരുന്നു. അതുകൊണ്ട് അതിനുമപ്പുറത്തേക്ക് കടന്നു പോകാനുള്ളൊരു സാധ്യത കുറവാണ് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് റോഡുകളെല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തുകയും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചു. അതോടൊപ്പം തന്നെ ബസ്സിനകത്ത് ഇരുചക്ര വാഹനങ്ങളെല്ലാം തന്നെ ഈ സംശയമുള്ളത് പരിശോധിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ വിപുലമായ രീതിയിലുള്ള പോലീസിൻ്റെ പരിശോധനാ സംവിധാനങ്ങളിലേക്കെല്ലാം തന്നെ പോലീസ് അലർട്ടായിരുന്നു. പക്ഷേ പ്രതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല. നിലവിൽ അങ്കമാലിയിലും അതോടൊപ്പം തന്നെ ആലുവ, പെരുമ്പാവൂർ മേഖലയിലും എല്ലാം തന്നെ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അതിൽ പോലീസ് ഇയാൾ ഹിന്ദിയാണ് കൂടുതൽ സംസാരിച്ചതെന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും പറയുന്നു അതുകൊണ്ട് മാത്രം അയാൾ മലയാളി അല്ല എന്ന് നമുക്ക് പറയാനാകില്ല എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇയാളുടെ ഒരു
ഈ അങ്കമാലി ഭാഗത്തേക്കുള്ള ഒരു വരവും ആലുവ പെരുമ്പാവൂർ ആ ഒരു ബെൽറ്റിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും എല്ലാം വെച്ച് തന്നെയാണ് പോലീസ് ഇവിടെ ഈ മേഖലകളെല്ലാം വലിയ രീതിയിൽ പരിശോധന നടത്തുന്നത്. ഈ പോലീസ് ഇതിൽ വ്യക്തമായിട്ട് വിലയിരുത്തുന്നത് കൃത്യമായ കാര്യങ്ങൾ പഠിച്ച ശേഷം ഒരാൾ എത്തി എന്ന് തന്നെയാണ്. കാരണം അവിടെയുള്ള പുറത്തുള്ള CCTV ക്യാമറകൾ അവിടെ അധികമൊന്നും CCTV ക്യാമറകൾ ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ പഠിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് ഒരു ലഞ്ച് സമയം, ആ ഒരു ബ്രേക്ക് സമയത്താണ് അവിടേക്ക് വരുന്നത്. അവിടെ ഇടപാടുകാരുടെ എണ്ണം കുറവായിരുന്നു. കത്തി കാണിച്ച അവിടെ ഭീഷണിപ്പെടുത്തുന്നു, ക്യാഷ് കൗണ്ടർ ചോദിക്കുന്നു, ജീവനക്കാരെ ടോയ്ലറ്റിൽ പൂട്ടിയിടുന്നു. ഇതെല്ലാം വളരെ പെട്ടെന്ന് കഴിയുന്നു എന്നതാണ്. അതിലുണ്ടായ 45 ലക്ഷത്തോളം രൂപ അതിലുണ്ടായിരുന്നതായി പറയുന്നുണ്ട്. ATM നിറക്കുന്നതിനും മറ്റുമായിട്ട് വന്നിരുന്ന പണം, അതിൽ തനിക്ക് പറ്റുന്ന 15 ലക്ഷമാണ് എടുത്തത്. മുഴുവൻ പണവും കൊണ്ടുപോയില്ല, ഒരു നിശ്ചിത അളവ് മാത്രം കൊണ്ടുപോകും. ഇതെല്ലാം പോലീസ് അത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒരു അനലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിലാണ് ഇയാൾ പ്രവർത്തിച്ചത്. ഇതിൽ സ്വാഭാവികമായി ഇന്നലെ തന്നെ ഉയർന്നൊരു സംശയം ഉണ്ടായിരുന്നതിൽ ഇയാൾക്ക് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ളൊരു സഹായം കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇന്നലെ മധ്യമേഖല DIG ഹരീഷ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, ഇങ്ങനെ തുടക്കത്തിൽ പറയാൻ ഇതിൽ കഴിയില്ല, എങ്കിൽ കൂടിയും എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത് വളരെ പെട്ടെന്ന് ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കം തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ സാധ്യതയും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം വലിയ രീതിയിൽ എറണാകുളം ജില്ലയിലും അടക്കം പുരോഗമിക്കുകയാണ്. വലിയ ഈ തൊഴിലാളി കേന്ദ്രങ്ങൾ ഇതെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പരിശോധനകൾ നടത്തുന്നുണ്ട്. റോഡിലെ ഒരു ചെക്കിംഗ്, അത്തരം കാര്യങ്ങൾ ഇതിൽ അർദ്ധരാത്രിയിലും എല്ലായിടത്തും തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും പ്രതിയിലേക്ക് വൈകാതെ എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. അതിനിടെ ഇതിനുവേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട്. ആ രീതിയിലേക്കും ചർച്ചകൾ പോകുന്നുണ്ട്. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതലായും ഒരു അന്വേഷണം നടത്തുന്നത്. കാരണം അപ്പോഴേക്കും ഇയാളുടെ ഒരു വാർത്തയും കാര്യങ്ങളും എല്ലാം വന്നു. വലിയ പരിശോധനകളിലേക്കെല്ലാം തന്നെ റോഡും കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ നിയന്ത്രണങ്ങളിലേക്കും പരിശോധനകളിലേക്കും എല്ലാം വന്നതുകൊണ്ട് തന്നെ ജില്ലയിലേക്ക് എത്തിയതിന് ശേഷം ഇവിടെ നിന്ന് പുറത്തു പോകാനുള്ളൊരു സാധ്യതകൾ കുറവ് കാണുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആ ഒരു സാധ്യതയിൽ നിന്നുകൊണ്ടാണ് ജില്ലയിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നത്. എങ്കിൽ കൂടിയും അത് പുറത്ത് കടക്കാനുള്ള സാധ്യതകൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറിൽ ഇതിൻ്റെ ഒരു കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രതി വൈകാതെ പിടിയിലാകും എന്ന് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ചേലേമ്പ്രയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ബാങ്ക് കവർച്ച ചെയ്യുന്നത്. അത് രാത്രിയാണ്, പ്ലാനിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ സമയമെടുത്ത് രാത്രിയിലുള്ള ഒരു കവർച്ചയൊക്കെയാണ്. ഇതല്ല, ഇത് സത്യത്തിൽ നമ്മൾ സിനിമ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമ്മൾ തമിഴ് ബോളിവുഡ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു ബാങ്ക് റോബറി എന്നൊക്കെ പറയുന്ന പോലെ ഇത്ര പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ വളരെ കൃത്യമായ ഒരു ആസൂത്രണം, അത് അവിടുത്തെ ഒരാളുടെ പിന്തുണ ഇല്ലാതെ എങ്ങനെ നടക്കും? അത് സ്വാഭാവികമായും ആ ഒരു സംശയം ബലപ്പെടുന്നില്ലേ? തീർച്ചയായും ശ്രീജ, കാരണം ആ രീതിയിൽ തന്നെയാണ് ഒരു സംശയം കാര്യമായിട്ടുള്ളത്. ഇത് പറഞ്ഞതുപോലെ വലിയ ആയുധങ്ങളൊന്നും അയാളുടെ കൈവശമില്ലായിരുന്നു. ഒരു കത്തിയായിരുന്നു ഉണ്ടായിരുന്നു, മറ്റു ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ ഒരു കത്തിമുനയിൽ എല്ലാവരും ഭയന്നു പോകുന്നു എന്നതാണ്. അങ്ങനെ മാറി നിൽക്കുന്നു. ഒപ്പം തന്നെയും അതിനകത്തേക്ക് കയറി വളരെ എളുപ്പത്തിൽ 2.5 മിനിറ്റ് സമയം കൊണ്ടാണ് ഇതെല്ലാം തന്നെ തീർത്ത് കടന്നു പോകുന്നതെന്ന് പറയുന്നു. ക്യാഷ് കൗണ്ടറിൻ്റെ ഒരു ചില്ല് ആ ഭാഗം അത് ഇയാൾ അടിച്ച് തകർക്കുന്നു. എന്നിട്ട് വളരെ പെട്ടെന്ന് ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു എന്നതാണ്. കൃത്യമായ ഒരു പ്ലാനിങ് ഇക്കാര്യത്തിലുണ്ട്. ആ പ്ലാനിങ്ങിൽ ആരൊക്കെ ഉണ്ട് എന്ന സംശയം പോലീസിന് വളരെ ബലപ്പെടുന്നുണ്ട്. ഇതിനകത്തെ ഒരു സാഹചര്യങ്ങൾ, ഒപ്പം ഈ തിരഞ്ഞെടുത്ത ഒരു സമയം എന്ന് പറയുന്നത്, അവിടേക്ക് എത്തിയ ഒരു സമയം കൃത്യമായ ആളുകൾ കുറവുള്ള ഒരു സമയമാണ്. അതിനകത്ത് അധികം പേരും തന്നെ ഇല്ലായിരുന്നു. വന്ന് പണമെടുത്ത് തിരിച്ചു പോകുന്നു എന്നതാണ്. ATM-ൽ കയറിയാൽ പോലും ഒരുപക്ഷെ നമുക്ക് ഈ 2.5 മിനിറ്റിൽ കൂടുതൽ സമയമൊക്കെ ചിലപ്പോൾ ചിലവഴിക്കേണ്ടി വന്നേക്കാം പണം എടുക്കാൻ പോകാം. പക്ഷേ അതുപോലും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് 15 ലക്ഷം രൂപ കൊള്ളയടിക്കാൻ എടുത്തൊരു സമയം വളരെ പെട്ടെന്ന് ആസൂത്രിതമായിട്ട് തന്നെ തീർന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് എല്ലാവരും സംശയിക്കുന്നത്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകുന്നതിൽ ഇയാൾക്ക് മാത്രമായിരുന്നോ പങ്കുണ്ടായിരുന്നത്? ഒപ്പം ഈ മുഴുവൻ പണവും ഏതായാലും എടുത്തില്ല, ആവശ്യമുള്ള പണം എടുത്ത് പോകുന്ന രീതിയാണ്. പോലീസ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സംശയത്തോടെയാണ് കാണുന്നത്. കാരണം ഒരു മോഷ്ടാവ്
അത് കൊള്ളയടിക്കാനായിട്ട് ഇതെല്ലാം തന്നെ എത്തുകയാണെങ്കിൽ ബാക്കി പണം ഉപേക്ഷിച്ച് പോകുന്ന ആ ശീലമൊന്നുമില്ല. ഉള്ളതെല്ലാം തന്നെ എടുത്തുകൊണ്ട് പോകുന്നതാണ് സാധാരണ രീതിയിൽ എല്ലാ മോഷണ സംഘങ്ങളും എല്ലാം തന്നെ അനുവർത്തിക്കുന്നത്. നമ്മൾക്ക് പരിചയമുള്ളതും എല്ലാം തന്നെ ഒന്നും കാണാത്ത രീതിയിലാണ് പിന്നീട് കൊണ്ടുപോകുന്നത്. പക്ഷേ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു പണം കൊണ്ടുപോയി എന്ന രീതിയിലാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് അത്തരം ഒരു സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഉള്ള ജീവനക്കാരുമായിട്ട് ഇതിന് ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒരു സാധ്യതയും തള്ളുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. ഇക്കാര്യങ്ങളിൽ ഇതിന് പുറത്തേക്ക് വന്നതിന് ശേഷം ഇയാൾ എവിടേക്ക് പോയി? ഇപ്പോൾ ഇത്ര സമയം കഴിഞ്ഞിരിക്കുന്നു, ഏതാണ്ട് 17-18 മണിക്കൂറോളം അതിന് ശേഷത്തിൽ എത്തുന്നു. ഇപ്പോഴും പോലീസിൻ്റെ കാണാമറയത്ത് തന്നെയാണ് എന്നൊരു വസ്തുതയും കൂടിയുണ്ട്. കാരണം അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് പൊതുനിരത്തിലേക്കാണ് എത്തുന്നത്. വാഹനത്തെക്കുറിച്ച് വ്യക്തമായ ഇതുണ്ട്, ധാരണയുണ്ട് പോലീസിന്. അതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കടന്നുപോയ വഴി അടയാളപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ടും ഇയാളിലേക്ക് എത്തുന്നില്ല. പിന്നീട് ഇതെങ്ങോട്ട് പോയി എന്ന ഒരു ചോദ്യം ബാക്കിയാണ്. ഇതിന് സിനിമയിൽ കാണുന്ന പോലെ ഡാനി അങ്ങനെ അപ്രത്യക്ഷനാവാനൊന്നും പറ്റില്ല, മാഞ്ഞു പോകാനും പറ്റില്ല. അപ്പൊ സ്വാഭാവികമായും അവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ട്, അധികം ദൂരെ അല്ലാതെ എവിടെയെങ്കിലും ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. എന്തായാലും അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘമൊക്കെ വരട്ടെ. നമുക്ക് ആ വിഷയം വരും മണിക്കൂറുകളിലും ഫോളോ ചെയ്യാം. നിർമ്മാണ പിഴവ് മൂലം തകർന്ന വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ഫ്ലാറ്റ് നമുക്ക് ചില ഓർമ്മകൾ തരുന്നതാണ്. ഈ മരട് പൊളിക്കലൊക്കെ നമ്മുടെ വളരെ എന്താ പറയുക സജീവമായ ഓർമ്മയിൽ തന്നെയുണ്ട്. മരട് മാതൃകയിൽ തന്നെ പൊളിക്കാനുള്ള ഒരു സാധ്യത പരിശോധിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഈ പൊളിക്കൽ മാത്രം പോരാ, ഇപ്പം മരടിൽ നമ്മൾ കണ്ടതാണ് അവരെ പുനരധിവസിപ്പിക്കലുണ്ട്, പുനർനിർമ്മാണമുണ്ട്. ഇത് ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ചന്ദർകുഞ്ച് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട്? ശ്രീജ, ചന്ദർകുഞ്ച് ഫ്ലാറ്റിൽ ഈ അറ്റകുറ്റപ്പണികൾ ചെയ്ത് നിലനിർത്താൻ കഴിയുമോ, അങ്ങനെയുള്ള അടക്കമുള്ള പല കാര്യങ്ങളും പരിശോധിച്ചു. പക്ഷെ അതിൻ്റെ ഒരു ബലക്ഷയം അത് വളരെ കാര്യമായിട്ട് തന്നെയുണ്ട്. അതിലേക്ക് താമസം അനുവദിക്കാൻ കഴിയുന്ന രീതിയിലൊന്നുമല്ല. അതിൽ കുറ്റകരമായ ഒരു അനാസ്ഥ നടന്നിരിക്കുന്നു. എന്തായാലും അത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു ഭാഗത്ത് പരാതിയും അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളുമുണ്ട്. പക്ഷെ നിലവിലെ സ്ഥിതി അത് പൊളിച്ച് വേറെ പുതുക്കി പണിയുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ്, പുതിയതായി പണിയുക എന്നതാണ് നിലവിലെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ അത് എങ്ങനെ പൊളിക്കണം എന്നതാണ്. മരട് മാതൃക നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ അതിലൂടെ പോകണമെങ്കിൽ അതിനകത്ത് മരട് പൊളിക്കുമ്പോൾ അതിൽ ചുറ്റുപാടുമുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അതൊരു അനുകൂലമായൊരു സാഹചര്യങ്ങൾ ഇതിനെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു ടവർ കൂടിയുണ്ട്. അപ്പോൾ അതിന് കാര്യമായ വിഷയങ്ങളില്ല. അതോടൊപ്പം തന്നെയാണ് വളരെ ദൂരത്തല്ലാതെ തന്നെയാണ് കൊച്ചി മെട്രോ കടന്നു പോകുന്നത്. അങ്ങനെയുള്ളൊരു വിഷയങ്ങളുണ്ട്. അപ്പോൾ സ്ഫോടനം നടത്തി അത് കെട്ടിടം പൊളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ മുഴുവൻ വിഷയങ്ങളും ഇതിൻ്റെ ആഘാത വിഷയങ്ങളെല്ലാം തന്നെ പരിശോധിക്കണം. അതുകൊണ്ടാണ് അതിൻ്റെ ഈ കൊച്ചി മെട്രോയുടെ ആൾ കൂടി ഇതിൽ ടെക്നിക്കൽ എക്സ്പെർട്ട് കൂടി ഇതിൽ ഉണ്ട്. അപ്പോൾ അവർ കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു ആദ്യ സന്ദർശനമാണ്. ഹൈക്കോടതിയാണ് ഇതിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അടിയന്തര തീരുമാനം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ആദ്യ സന്ദർശനമാണ് ഇന്നുള്ളത്. ഇതിനുശേഷം ഇത് ഒരു അവലോകന യോഗം, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആഘാത പഠനം, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഇത് ഏത് രീതിയിലെല്ലാം ബാധിക്കും. തൊട്ടടുത്താണ് മൊബിലിറ്റി ഹബ്ബും കാര്യങ്ങളുമുള്ളത്. അതിനൊന്നും വലിയ വ്യത്യാസ പ്രശ്നങ്ങളുണ്ടാവില്ല. കാരണം അതിനേക്കാൾ കുറച്ചുകൂടി മരട് ഫ്ലാറ്റുകൾ പൊളിക്കുമ്പോൾ ഒരു ഫ്ലാറ്റിനടുത്ത് അടുത്ത വീടുകളും തൊട്ടടുത്ത വീടുകളും ഉണ്ടായത് അന്ന് കാര്യമായ വിഷയങ്ങൾ വന്നു. പക്ഷേ കൊച്ചി മെട്രോ സംബന്ധിയായ കാര്യങ്ങളിൽ അവർക്ക് ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ കൂടി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള അതിനോട് ചേർന്നുള്ള ഭാഗം അതിനൊന്നും ആഘാതമില്ലാതെ തന്നെ ഇതും പൊളിച്ചു നീക്കാൻ കഴിയുമോ എന്നതാണ് പരിശോധിക്കുന്നത്. സ്ഫോടനം നടത്തി പൊട്ടിക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളത്. പെട്ടെന്ന് ചെയ്തു തീർക്കാനും കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഘത്തിൻ്റെ ആദ്യ സന്ദർശനമാണിന്ന്. കളക്ടർ കൂടി എത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ ഒരു അവലോകനം നടക്കുക. ഇതിൻ്റെ റിപ്പോർട്ട് കോടതിക്ക് അടക്കം സമർപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ മരടിന് ശേഷം വീണ്ടും കൊച്ചിയിൽ ഇതുപോലെ ഒരു ഫ്ലാറ്റ് പൊളിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിൻ്റെ ഒരു വലിയ സജീവ ചർച്ചയിലേക്ക് വരുന്നു എന്നതാണ്. ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി രാഷ്ട്രീയ വാർത്തകളിലേക്ക് വന്നാൽ, സംസ്ഥാനത്ത് BJP അധ്യക്ഷൻ ആരാകും എന്നതിൽ വീണ്ടും
ചർച്ച ചൂടുപിടിക്കുകയാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. കെ സുരേന്ദ്രൻ തുടരുമോ അതോ പുതിയൊരു അധ്യക്ഷനെത്തുമോ? ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഗ്രൂപ്പ് തലങ്ങളിലെ ചർച്ച. കഴിഞ്ഞ 1 മാസമായി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പലകുറി ഡൽഹി യാത്ര നടത്തി. രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, MT രമേശ് ഈ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്. കുറെ കാലം ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയും ഒടുവിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്ന രീതിയിൽ മാറ്റം വരണമെന്ന് പാർട്ടിയിൽ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നു. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് കൂടുതൽ ശക്തമായി വരുന്നത്. സംഘടനാ സംവിധാനത്തിൽ അത്ര കണ്ട് പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ അത് മറികടക്കാൻ വി മുരളീധരൻ, കൃഷ്ണദാസ് പക്ഷങ്ങളെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഒരുപക്ഷേ രാജീവ് ചന്ദ്ര പിന്മാറുകയും വനിതാ പ്രാതിനിധ്യം പരിഗണനാ വിഷയമാവുകയും ചെയ്താൽ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തും. രാജീവ് ചന്ദ്രശേഖർ പിന്മാറിയാൽ കൃഷ്ണദാസ് പക്ഷം ശക്തമായി ഉന്നയിക്കുന്ന പേര് MT രമേശിൻ്റെതാകും. വി മുരളീധരൻ ഒരിക്കൽ കൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്ന് കരുതുന്നവരുമുണ്ട്. മുരളീധരനെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാമെന്ന ചിന്തയും കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. കേരളത്തിൽ BJPക്ക് ക്രമാനുഗതമായി വോട്ട് വർദ്ധിച്ച സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും സുരേന്ദ്രൻ തുടർന്നേക്കും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ. പ്രസിഡന്റിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പ്രഹ്ലാദ് ജോഷി ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദേശീയ സംഘടനാ സെക്രട്ടറി BL സന്തോഷും കേരളത്തിലെ RSS നേതാക്കളുമായി ചർച്ച പൂർത്തിയാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഓരോ ഓപ്ഷൻ എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ തുടരുക എന്നതാണ്. അത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ മറുവശത്ത് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും കേരളത്തിൽ ഉടനീളമുള്ള പരിപാടികളിലുമൊക്കെ സജീവമാവുന്നത് നമ്മൾ കണ്ടു. ശോഭാ സുരേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിൽ പോകുന്നുണ്ടായിരുന്നു. MT രമേശിന്റെ കാര്യത്തിലാണെങ്കിൽ വളരെ സജീവമായ ചർച്ചകളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചകളൊക്കെ വെറുതെ ആവുമോ അതോ സുരേന്ദ്രൻ തുടരുമോ? ഇതിലേക്ക് എത്തിയിട്ടുണ്ടോ അവസാന ഘട്ടത്തിൽ ചർച്ചകൾ? ശ്രീജ, സംസ്ഥാന അധ്യക്ഷ പദം ആഗ്രഹിച്ചുകൊണ്ട് ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയ 1 ഡസനിലേറെ നേതാക്കൾ BJPയിലുണ്ട് എന്നതാണ് വസ്തുത. അവിടെ പ്രമുഖ ഗ്രൂപ്പുകളുടെയൊക്കെ പിൻബലത്തോടെ, പ്രമുഖ നേതാക്കന്മാരുടെയൊക്കെ പിൻബലത്തോടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെയൊരു മാറ്റത്തിലേക്ക് ദേശീയ നേതൃത്വം കടക്കാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നാണ് ഒരു വിഭാഗം ഏറ്റവും ഒടുവിൽ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രൻ തൽക്കാലത്തേക്കെങ്കിലും അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാണ് സാധ്യതയെന്നും അവർ പറയുന്നു. അതല്ല, മറിച്ച് ഒരു മാറ്റം ഉണ്ടായേ കഴിയൂ എന്നൊരു നിലപാടിലാണ് എങ്കിൽ അവിടെ തീർച്ചയായും നമ്മുടെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട പേരുകളൊക്കെ തന്നെ സജീവമായി തന്നെ ചർച്ചയിൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം വരും, പരിഗണിക്കേണ്ട ഒരു സാഹചര്യം വരും. അവിടെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ വനിതാ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന അധ്യക്ഷ പദത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കും. ശോഭയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന നിലപാടിൽ ഒരു വിഭാഗം രംഗത്തുണ്ട്. അതോടൊപ്പം വെല്ലുവിളിയായി മാറുന്നത് PK കൃഷ്ണദാസ് പക്ഷം MT രമേശിന് വേണ്ടി അതേപോലെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നേതൃത്വത്തിനിടയിൽ, പ്രവർത്തകർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി നേതൃത്വത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതിന്റെ അനിവാര്യതയുണ്ടോ എന്നൊരു സന്ദേഹം ദേശീയ നേതൃത്വത്തിനുണ്ട്. അതോടൊപ്പം വി മുരളീധരൻ തന്നെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് തിരികെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് BJP സംസ്ഥാന നേതൃത്വം കടന്നുപോകുന്നത്. അതിനിടയിൽ കെ സുരേന്ദ്രനെ റീപ്ലേസ് ചെയ്തുകൊണ്ടൊരു മാറ്റം അത് പെട്ടെന്ന് നടപ്പിലാക്കിയാൽ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനിടയിലൊക്കെ ഉണ്ടാകാനിടയുള്ള ഭിന്നതകളെക്കുറിച്ച് കൃത്യമായ ബോധ്യം BL സന്തോഷും അതോടൊപ്പം തന്നെ പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള കേരളത്തിന് കൂടി ചുമതലയുള്ള നേതാക്കന്മാർക്ക് അവർ അതുകൊണ്ട് വിശദമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. നേരത്തെയും BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ മാറ്റിയേക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെയും പ്രചരിച്ചിരുന്നു. പക്ഷേ സംഭവിച്ചത് അതല്ല. അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഇപ്പോഴും ഉണ്ടാകുമോ അതോ അതിനപ്പുറത്തേക്ക് ചില പേരുകൾ കൂടി പരിഗണിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ BJP ദേശീയ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും കഴിഞ്ഞ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുകയും അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ BJPയുടെ പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അത് കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷ പദം മുമ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന നീക്കമാണോ എന്ന കാര്യത്തിലൊക്കെ വൈകാതെ തന്നെ വ്യക്തത വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്.
ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കും? കെ സുരേന്ദ്രൻ തുടരുമോ, അതോ പുതിയൊരാൾ, നമുക്ക് പരിചിതമായ പുതിയൊരാൾ ആ സ്ഥാനത്തേക്ക് വരുമോ എന്നത് കാത്തിരുന്ന് അറിയാം. വലിയ താമസം ഉണ്ടാവില്ല. അതായത് 2 ദിവസത്തിനകം ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. ഇനി മറ്റു വാർത്തകൾ നോക്കാം. അമേരിക്കയിൽ നിന്ന് നാട് കടത്തുന്ന ഇന്ത്യക്കാരുമായി 2ാമത്തെ വിമാനം ഇന്ന് അമൃത്സറിൽ എത്തിയേക്കും. 2ാമത്തെ വിമാനവും അമൃത്സറിൽ തന്നെ ഇറക്കുന്നത് പഞ്ചാബിനെ അപകീർത്തിപ്പെടുത്താനുള്ള BJP ശ്രമമാണെന്ന് പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ ആരോപിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടയിലാണ് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ 2ാം സംഘത്തെ തിരിച്ചയക്കുന്നത്. ഫെബ്രുവരി 5-നാണ് 105 ഇന്ത്യക്കാരുടെ ആദ്യ സംഘത്തെ അമൃത്സറിലെത്തിച്ചത്. കാൽച്ചങ്ങലയും കൈവിലങ്ങും വിട്ട് ഇന്ത്യക്കാരെ എത്തിച്ചതിൽ ഇന്ത്യ അമേരിക്കയെ അതൃപ്തി അറിയിച്ചിരുന്നു. ഇക്കുറി അമേരിക്ക ഇതിൽ മാറ്റം വരുത്തുമോ എന്നത് വ്യക്തമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയിൽ ഈ വിഷയം ഉന്നയിച്ചു എന്നതിൽ സ്ഥിരീകരണമില്ലെങ്കിലും സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അതൃപ്തി അമേരിക്ക പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കുറിയും സൈനിക വിമാനത്തിൽ തന്നെയാണോ ഇന്ത്യക്കാരെ നാടുകടത്തുക എന്നതും വ്യക്തമല്ല. രണ്ടാം വിമാനവും അമൃത്സറിൽ ഇറക്കാനുള്ള തീരുമാനം പഞ്ചാബിനെ അപകീർത്തിപ്പെടുത്താനുള്ള BJP ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പഞ്ചാബ് ധനമന്ത്രി ഹർപാൽ ചീമ ആരോപിച്ചു. ഹരിയാനയിലോ ഗുജറാത്തിലോ വിമാനമിറക്കാത്തത് എന്തുകൊണ്ടെന്നും അദ്ദേഹം ചോദിച്ചു. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ സ്വീകരിക്കുമെന്നതാണ് ഇന്ത്യൻ നിലപാട്. നാട് കടത്താനായി അമേരിക്ക തയ്യാറാക്കിയ പട്ടികയിൽ 18,000-ഓളം ഇന്ത്യക്കാരുണ്ടെന്നാണ് വിവരം. ഇതിൽ 487 ഇന്ത്യക്കാരെ നാട് കടത്താനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കുറച്ചുകൂടി വിവരങ്ങളൊക്കെ ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട്. ഈ 2ാമത്തെ ഫ്ലൈറ്റ് ഇന്ന് രാത്രി 10 മണിക്കും 11 മണിക്കും ഇടയ്ക്ക് അമൃത്സറിൽ ഇറങ്ങും. 67 പേർ പഞ്ചാബിൽ നിന്നും, 33 പേർ ഹരിയാനയിൽ നിന്നും, 8 പേർ ഗുജറാത്തിൽ നിന്നും, 3 പേർ UP-യിൽ നിന്നും, 2 വീതം പേർ മഹാരാഷ്ട്രയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമുള്ള ഒരു സംഘമായിരിക്കും ഈ ഫ്ലൈറ്റിൽ ഉണ്ടാവുക. 119 പേരെ ആയിരിക്കും 2ാം ഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് മടക്കി അയക്കുക എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇത് പ്രാഥമികമായി അമേരിക്കൻ സൈനിക വൃത്തങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളാണ്. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്ത F-35 യുദ്ധവിമാനമാണോ റഷ്യൻ നിർമ്മിത Su-57 യുദ്ധവിമാനമാണോ ഇന്ത്യ സ്വീകരിക്കുക? ഇരു യുദ്ധവിമാനങ്ങളുടെയും ശക്തി ദൗർബല്യങ്ങൾക്കൊപ്പം ഇരു രാജ്യങ്ങളുമായുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാവും ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത്. വ്യോമസേനയുടെ സ്ക്വാഡ്രൺ വികസിപ്പിക്കേണ്ട അനിവാര്യതയിലാണ് ഇന്ത്യ. ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ തന്നെ വേണം, അതും ഏറ്റവും വേഗത്തിൽ. മുന്നിലുള്ളത് 2 വാഗ്ദാനങ്ങൾ, അമേരിക്കയുടേതും റഷ്യയുടേതും. അമേരിക്കൻ നിർമ്മിത F-35 ലോകത്തെ ഏറ്റവും മികച്ച അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളിലൊന്നാണ് ലോക്ക്ഹീഡ് മാർട്ടിൻ F-35. ശബ്ദത്തെക്കാൾ 1.6 മടങ്ങ് വേഗത്തിൽ പറക്കാനാകും. 50,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയുന്ന F-35-ന് ഒറ്റയടിക്ക് 833 കിലോമീറ്റർ സഞ്ചരിക്കാനാകും. വില കൂടുതലാണ്. F-35 ഇന്ത്യ വാങ്ങിയാലും സാങ്കേതികവിദ്യ കൈമാറാൻ അമേരിക്ക തയ്യാറാവില്ല. അറ്റകുറ്റപ്പണിക്കടക്കം അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരുമെന്നതാണ് മറ്റൊരു കോട്ടം. കഴിഞ്ഞ 5 വർഷത്തിൽ 11 അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ Su-57 F-35നോട് കിടപിടിക്കുന്നതും ചെറിയ റൺവേയിൽ നിന്നടക്കം പറന്നുയരാൻ കഴിയുന്നതുമായ ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമാണ് സുഖോയ് Su-57. വേഗതയിലും ആയുധം വഹിക്കാനുള്ള ശേഷിയിലും ഒറ്റയടിക്ക് പറക്കാനുള്ള ശേഷിയിലും F-35നേക്കാൾ മുന്നിലാണ്.
ഇന്ത്യയും റഷ്യയുമായി സംയുക്തമായി നിർമ്മിക്കാൻ 2007 തീരുമാനിക്കുകയും പിന്നീട് ഇന്ത്യ പിന്മാറുകയും ചെയ്ത വിമാന പദ്ധതി കൂടിയാണിത്. സാങ്കേതികവിദ്യ കൈമാറാനും ഇന്ത്യയിൽ നിർമ്മിക്കാനും റഷ്യയ്ക്ക് സമ്മതവുമാണ്. യുദ്ധവിമാനങ്ങളുടെ ശേഷിക്കപ്പുറം സാമ്പത്തികവും തന്ത്രപരവുമായ പങ്കാളിത്തം ഏതു രാജ്യവുമായിട്ടാണ് കൂടുതൽ വേണ്ടതെന്നതിനെ കൂടി ആശ്രയിച്ചാവും അവസാന തീരുമാനം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഡൽഹി മുഖ്യമന്ത്രിയെ BJP ഇന്ന് പ്രഖ്യാപിച്ചേക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ തിരിച്ചെത്തുന്നതിന് പിന്നാലെ BJP നേതൃയോഗം ചേരും. MLA-മാരിൽ നിന്ന് തന്നെയാകും മുഖ്യമന്ത്രി എന്നാണ് വിവരം. ER രാഗേഷ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. രാഗേഷ്, പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിനൊക്കെ ഒടുവിൽ MLA-മാരിൽ നിന്ന് തന്നെ ഒരാൾ, അതിൽ ഒരു സ്ത്രീ മുഖമാവാനുള്ള സാധ്യത, അങ്ങനെയൊക്കെ ഒരു ഫൈനൽ നിഗമനങ്ങളിലേക്ക് പോകുന്നുണ്ടോ? എപ്പോഴത്തേക്ക് പ്രഖ്യാപനമുണ്ടാവും? ശ്രീജ, ഏതായാലും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഡൽഹിയിൽ BJP 27 വർഷത്തിന് ശേഷം അധികാരം പിടിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനത്തിലായിരുന്നു. അദ്ദേഹം ഏതായാലും തിരിച്ചെത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് നിർണായക ചർച്ചകൾ നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 15 പേരുകൾ ഇപ്പോൾ നിലവിൽ ചുരുക്കപ്പട്ടിക ഉണ്ട് എന്നാണ് BJP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ MLA-മാർ പുറമെ MP-മാരെ കൂടി പരിഗണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, MLA-മാരിൽ നിന്ന് തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതിൽ തന്നെ 48 പേരിൽ 15 പേരുടെ ചുരുക്കപ്പട്ടിക ഈ ഘട്ടത്തിൽ BJP തയ്യാറാക്കിയിട്ടുണ്ട്. ആ 15 പേരിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും അടക്കം പ്രഖ്യാപിക്കുക. അങ്ങനെ 9 പേരെ തെരഞ്ഞെടുക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിർണായക യോഗം ഇന്ന് നടക്കും. ഈ യോഗത്തിന് ശേഷം MLA-മാരുടെ യോഗം വിളിച്ചു ചേർത്ത് തീരുമാനം പ്രഖ്യാപിക്കും. അതാണിപ്പോൾ BJP ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ JP നഡ്ഡ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ആശയക്കുഴപ്പമില്ല, 15 മിനിറ്റ് മതി ഈ തീരുമാനം പ്രഖ്യാപിക്കാൻ എന്നാണ് നേതാക്കൾ പറഞ്ഞിരുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പേര് ദുഷ്യന്ത് ഗൗതമാണ്. അദ്ദേഹം ദളിത് വിഭാഗത്തിലുള്ള നേതാവാണ്, BJP-യുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ അദ്ദേഹം കരോൾബാഗ് മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. ഇതോടുകൂടിയാണ് മറ്റു പേരുകളിലേക്ക് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഏതായാലും പല പേരുകൾ ഇപ്പോഴും ചർച്ചകളിലുണ്ട്. അതിൽ തന്നെ ആശിഷ് സൂദിൻ്റെ പേരിന് ഈ ഘട്ടത്തിൽ മുൻഗണന ഉണ്ട് എന്നാണ് നേതാക്കൾ പറയുന്നത്. ആശിഷ് സൂദ് നേരത്തെ സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ നേതാവായി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലമായി BJP ഡൽഹി രാഷ്ട്രീയത്തിൽ സജീവമാണ്. അദ്ദേഹം RSS-ഉമായി അടുത്ത ബന്ധമുണ്ട്. ഒപ്പം തന്നെ JP നഡ്ഡ അടക്കമുള്ളവരുമായി ബന്ധമുണ്ട്. ജനക്പുരി മണ്ഡലത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. ഇതിന് പുറമെ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് സാഹിബ് സിംഗ് വർമ്മയുടെ പേര് ഇപ്പോഴും ചർച്ചകളിൽ സജീവമാണ്. നിലവിലെ സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന വിജേന്ദ്ര ഗുപ്തയ്ക്ക് ഇപ്പോഴും സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. മുൻ അധ്യക്ഷൻ സതീഷ് ഉപാധ്യായയുടെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ വനിതകളിലേക്കും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. വനിതാ മുഖ്യമന്ത്രിയെ ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയെങ്കിൽ 2 പേരുകളാണ് BJP പരിഗണിക്കുക. ഒന്ന് ശിഖാറായി, അവർ വിജയിച്ചത് ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിൽ നിന്നാണ്. അവിടെ സൗരവ് ഭാരദ്വാജിനെ, ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിജയിച്ചു വന്നത്. ഇത് കൂടാതെയുള്ള മറ്റൊരു പേര് രേഖ ഗുപ്തയാണ്. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ആയ വന്ദന കുമാരിയെ പരാജയപ്പെടുത്തിയ രേഖ ഗുപ്ത നേരത്തെ ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ അധ്യക്ഷയായിട്ടുണ്ട്. അങ്ങനെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് വന്ന വ്യക്തിത്വമാണ് രേഖ ഗുപ്ത. അപ്പോൾ ഈ 5 പേരുകൾ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇവരിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിലേക്ക് BJP കടക്കുക. ഏതായാലും കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം തന്നെയായിരിക്കും അന്തിമം. അവർ ആ തീരുമാനമെടുത്ത് MLA-മാരുടെ യോഗം വിളിച്ച് പ്രഖ്യാപിക്കുകയായിരിക്കും ചെയ്യുക. ശ്രീജ, ശരി. ഡൽഹി മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പ്രധാനമന്ത്രി തിരിച്ചെത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം വരിക. ഈ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ രാഗേഷ് പറഞ്ഞ ഈ പേരുകൾക്കൊക്കെയാണ് പ്രാമുഖ്യം. മറ്റു വാർത്തകൾ നോക്കാം. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. 42 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 7,842 സെന്ററുകളാണ് പരീക്ഷയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 18-നും +2 പരീക്ഷ ഏപ്രിൽ 4-നും അവസാനിക്കും. അപ്പോൾ ഇന്ന് തൊട്ട് പരീക്ഷ തുടങ്ങുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുകയാണ്. അവരുടെ രക്ഷിതാക്കൾക്ക് ഒരു സമാധാനമുള്ള പരീക്ഷാകാലം ആശംസിക്കുകയാണ്. ഏറ്റവും നല്ല പ്രകടനം അവർക്കൊക്കെ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച് നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
എറണാകുളത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരായ പീഡന പരാതി അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുന്നു എന്ന ഗുരുതര ആരോപണവുമായി ഇരയായ യുവതി. തൃക്കാക്കര കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലി ഷാനയ്ക്കെതിരെയാണ് പരാതി. ഇയാളുടെ സഹോദരനും തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാനുമായ അബ്ദു ഷാനയും കേസിൽ പ്രതിയാണ്. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനൊപ്പം കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു ഇതായിട്ട് അതിലൊരു കൊച്ചുണ്ടായിട്ടുണ്ട്. ആ കൊച്ചിനെ ഇവർ കൊല്ലാൻ ശ്രമിക്കുകയും കാര്യങ്ങളും അങ്ങനെ കുറേ ഇൻസിഡൻറ്റ് ഇതിലുണ്ട്. അതെല്ലാം ഞാൻ മൊഴിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരിത് പീഡനം മാത്രമാണ് ഈ കേസിൽ ഒതുക്കിയിരിക്കുന്നത്. നിരന്തരമായ ലൈംഗിക പീഡനം, 1 വയസ്സു മാത്രം പ്രായമുള്ള കുഞ്ഞിനും തനിക്കുമെതിരെ വധഭീഷണി മുഴക്കുക തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിക്കുന്നത്. പിഞ്ചു കുഞ്ഞിനും തനിക്കുമെതിരെ പ്രതിയും കുടുംബവും നിരന്തരമായി കൊലപാതക ഭീഷണി മുഴക്കിയെന്ന കാര്യം യുവതി പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ അന്വേഷണം ഇപ്പോഴും ശരിയായ രീതിയിലല്ലെന്നും പോലീസ് കേസ് അട്ടിമറിക്കുകയാണെന്നും യുവതി ആരോപിക്കുന്നു. നമ്മളിപ്പോൾ മൊഴി കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ CI സാറ് ഇങ്ങനെ, കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒത്തിരി ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് പോയിട്ട്. സാറേ ഇന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ ഫുൾ തെളിവും കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ 6-ാം മാസത്തിൽ ഇവരെൻ്റെ വയറ് കീറി വേറൊരു കുട്ടിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അലിയും അലിൻ്റെ അളിയനും അൻസാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനും കൂടെ വന്നിട്ടാണ് എന്നെ നിർബന്ധിച്ച് കൊല്ലങ്കോട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ഇപ്പം ഇവർ നല്ല രീതിയിൽ ഈ കേസ് അന്വേഷിക്കുകയെ ഇതിൻ്റെ കറക്റ്റായിട്ട് കണ്ടെത്തുകയോ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് 2-ാം വർഷം ഒരിക്കലും ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവില്ല. പീഡന പരാതിയെ എതിർക്കുന്നതിനായി പ്രതി തനിക്കെതിരെ വ്യാജ ഹണി ട്രാപ്പ് കേസ് നൽകിയതായും യുവതി പറഞ്ഞു. അലി ഷാനയുടെ സഹോദരനും തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനുമായ അബ്ദു ഷാനയും കേസിൽ പ്രതിയാണ്. യുവതിയെ ഭീഷണിപ്പെടുത്തിയതിനാണ് കേസെടുത്തിട്ടുള്ളത്. തന്നെ കാറിൽ പിന്തുടർന്ന പ്രതി ഭീഷണിപ്പെടുത്തിയെന്ന യുവതിയുടെ പരാതിയിലും കേസുണ്ട്. കേസ് അട്ടിമറിക്കാൻ ഇൻഫോ പാർക്ക് CI ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷൻ, DGP, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥയെ കേസ് ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടും യുവതി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച ഏക മകൾക്കായി നീതി തേടി പോരാട്ടത്തിലാണ് ഒരു കുടുംബം. മെഡിക്കൽ വിദ്യാർത്ഥിനിയായ കീർത്തി സുനുകുമാർ കഴിഞ്ഞ വർഷം മെയ്യിലാണ് കൊച്ചിയിൽ ആസ്റ്റർ മെഡിസിറ്റിയിലെയും റെനെ മെഡിസിറ്റിയിലെയും ചികിത്സാ പിഴവുകളെ തുടർന്ന് മരണമടഞ്ഞത്. ഇത് ശരിവെച്ചുകൊണ്ടുള്ള കണ്ടെത്തലുകൾ ഡിസ്ട്രിക്ട് ലെവൽ എക്സ്പേർട്ട് പാനൽ കമ്മിറ്റി നടത്തിയിരുന്നു. എന്നാൽ ഇവരിൽ ആരാണ് ചികിത്സാ പിഴവ് നടത്തിയതെന്ന് കൃത്യമായി റിപ്പോർട്ടിൽ പറയാത്തതിനാൽ ഇതുവരെയും പോലീസിന് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനായിട്ടില്ല. 2024 മെയ് 6-നാണ് കടുത്ത തലവേദനയെ തുടർന്ന് കീർത്തി സുനുകുമാറെ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലും തുടർന്ന് റിനെ മെഡിസിറ്റിയിലും ചികിത്സക്കായി എത്തിക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായി രോഗനിർണയം നടത്താതെ സൈക്കാട്രി വിഭാഗത്തിൽ ചികിത്സ നൽകുകയായിരുന്നു. തുടർന്ന് മെയ് 10-ാം തീയതി റിനെ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ കീർത്തി മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ തലച്ചോറിലെ അണുബാധ മൂലമാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തി. ഇതിലേക്ക് സൂചന നൽകുന്ന ലക്ഷണങ്ങളും ബ്ലഡ് റിസൾട്ട്സും ഉണ്ടായിരുന്നിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സ കീർത്തിക്ക് നൽകിയിരുന്നില്ല. ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാതല എക്സ്പേർട്ട് പാനൽ കമ്മിറ്റി അന്വേഷണം നടത്തുകയും ഇരു ആശുപത്രികളിലെയും ചികിത്സാ പിഴവാണ് മരണകാരണമെന്നും കണ്ടെത്തുകയും ചെയ്തു. നാളിതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് ആവശ്യമായ വിവരങ്ങൾ ഡിസ്ട്രിക്ട് ലെവൽ എക്സ്പേർട്ട് പാനലിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല. പോലീസ് പലവട്ടം DMOയെ സമീപിച്ചു. എറണാകുളം DMO ഇതുവരെയും ആവശ്യമായ വിശദാംശങ്ങൾ, കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആവശ്യമായ വിശദാംശങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇതേ തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതികൾ അയച്ചിട്ടുണ്ട്. ഇതിലും നടപടികൾ ഉണ്ടായില്ല എങ്കിൽ പിന്നെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ എന്നൊരു മാർഗം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പോലീസിന് കൈമാറുകയും ചെയ്തു. ആശുപത്രി അധികൃതരുടെ കുറ്റകരമായ അനാസ്ഥ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇതിൽ ആരൊക്കെ കുറ്റക്കാരാണെന്നും നടന്ന ചികിത്സാ പിഴവ് കൃത്യമായി എന്താണെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ ഈ അനാസ്ഥ മൂലം മരണം നടന്ന് 10 മാസം കഴിഞ്ഞിട്ടും പോലീസിന് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്താനോ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കുവാനോ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിലെ കാലതാമസമടക്കം പല ഘട്ടങ്ങളിലും ഈ കുടുംബം കുറ്റകരമായ അനാസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്.
എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാണെങ്കിലും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് അച്ഛൻ സുനുകുമാറും അമ്മ കലയും. ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തിന് കളങ്കം വരുത്തുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കീർത്തിക്ക് നീതി നേടിക്കൊടുത്തേ മതിയാകൂ. ക്യാമറമാൻ ഹരിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘത്തലവൻ ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലുള്ള ജിതിന്റെ ആശുപത്രി റിപ്പോർട്ടും അന്വേഷണ സംഘം ഇതോടൊപ്പം സമർപ്പിക്കും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കാലതാമസത്തിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകത്തിൽ 1 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. എപ്പോഴായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പറവൂർ സെഷൻസ് കോടതിയിലായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞു. ജനുവരി 18 ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം വൈകിട്ട് ഉണ്ടാകുന്നത്. ഇതിൽ ഒരു പ്രതിയേ ഉള്ളൂ. അയൽവാസിയായ പ്രതി മാത്രമാണ് ഇതിലുള്ളത്. ഋതു ജെയിൻ മാത്രമാണ് ഈ കേസിലെ ഒരേ ഒരു പ്രതി. അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഇയാൾ പലതവണ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴെല്ലാം യാതൊരു രീതിയിലുമുള്ള ഒരു ഭാവഭേദങ്ങളുമില്ലാതെ ഒരാൾ രക്ഷപ്പെട്ടതല്ല, ഇത് മാത്രമേ അയാൾ പങ്കുവച്ചിട്ടുള്ളൂ എന്നാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന, ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ജിതിൻ ബോസ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിനെയും മാതാവിനെയും ഭാര്യയും നഷ്ടമായി. 3 പേരെ കൊന്നിട്ടും പിന്നീടും ഈ കൊലപാതകിയായ ഋതു പറഞ്ഞത് ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, അയാൾക്ക് വേണ്ടിയാണ് താനിത് അത്രയും ചെയ്തതെന്നാണ് പറഞ്ഞത്. അങ്ങനെ കേട്ടാൽ ഞെട്ടുന്ന രീതിയിലുള്ള മൊഴി അടക്കമാണ് ഇയാൾ നൽകിയത്. ഇയാൾ ലഹരിക്ക് അടിമയാണ്, പരിസരവാസികളെ പതിവായി ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്തായാലും കേസിൽ വളരെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കുന്നു, കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നതാണ്. ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജനരോഷം അവിടെ അണപൊട്ടിയിരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധങ്ങളും എല്ലാം തന്നെ അവിടെ നിലനിന്നിരുന്നു. എന്തായാലും ഈ കേസിൽ വളരെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പറവൂർ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചിരിക്കുന്നത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ മനുഷ്യരെ മുഴുവൻ ഞെട്ടിച്ചതായിരുന്നു ചേന്നമംഗലം കൂട്ടക്കൊലപാതകം. ആ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇനി തിരുവനന്തപുരത്ത് ഇന്നലെ പുറത്തു വന്ന ഡിജിറ്റൽ തട്ടിപ്പ്, നമ്മൾ എത്രയൊക്കെ പ്രചാരണം നടത്തിയാലും എത്രയൊക്കെ ബോധവൽക്കരണം നടത്തിയാലും ആളുകൾ വീണ്ടും വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് എങ്ങനെ എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷേ 2 കോടി രൂപയാണ് ഈ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്ന് തട്ടിയെടുത്തത്. ഈ ഡിജിറ്റൽ തട്ടിപ്പ് കേസിലെ പ്രതികളെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കുകയാണ് സൈബർ ക്രൈം പോലീസ്. ജവഹർ നഗർ സ്വദേശി പണം കൈമാറിയ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളും മൊബൈൽ ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ചാണ് പരിശോധന തുടരുന്നത്. 10 അംഗ സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സമാനമായ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നറിയാനുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെ ഗുരുതര ആരോപണവുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണെന്നും തനിക്ക് ഇതേക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചു എന്നുമാണ് സെലൻസ്കിയുടെ ആരോപണം. ബെലാറൂസിൽ 1.5 ലക്ഷം സൈനികരെ വിന്യസിച്ചുവെന്നും അടുത്ത വർഷം പോളണ്ടോ ബാൾട്ടിക് രാജ്യങ്ങളോ ആക്രമിക്കപ്പെടാമെന്നും സെലൻസ്കി പറയുന്നു. ഇനി ഗാസയിലേക്ക്. ഹമാസ് ഇന്ന് 3 ബന്ദികളെ മോചിപ്പിക്കും. ഇവരുടെ പേരുകൾ ഹമാസ് പുറത്തുവിട്ടു. വിവരങ്ങൾ ലഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ബന്ദികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായി ഓഫീസ് ആണ് സ്ഥിരീകരിച്ചത്. പട്ടിക തങ്ങൾക്ക് സ്വീകാര്യമാണെന്നും ഈ കുടുംബങ്ങളുടെ പേരുകൾ പുറത്തുവിടുന്നതിനുള്ള ബന്ദികളുടെ കുടുംബം അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. രഞ്ജിത്ത് രാമേന്ദ്രൻ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഒരു മഞ്ഞുരുകലിന്റെ സൂചന വീണ്ടും ആദ്യഘട്ടത്തിലെ തീരുമാനങ്ങൾക്ക് ശേഷം വീണ്ടും അതിലൊരു പിടുത്തം വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ 3 ബന്ദികളുടെ കാര്യത്തിൽ ഒരു അവസാന തീരുമാനമായോ?
തീർച്ചയായും നേരത്തെ നമുക്കറിയാം ഹമാസ് ഈ ഗാസ മുനമ്പിലെ വെടിനിർത്തൽ അവസാനിക്കുമോ എന്ന ഭീതിയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ഹമാസ് അവരുടെ നിലപാടുകളിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തിയ പശ്ചാത്തലം, ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില ആശങ്കകളുണ്ട്, അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും നിലപാട് കർശനമാക്കിയത്. ഈ ശനിയാഴ്ചയ്ക്കകം ബന്ദികളെ, അതായത് ഇന്നത്തെ ദിവസത്തിനകം ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല, അതിൽ കൃത്യമായ നിലപാടെടുത്തില്ല ഹമാസ് എങ്കിൽ ആക്രമണം മാത്രമാണ് തങ്ങളുടെ മുന്നിലുള്ള പോംവഴി എന്ന് അമേരിക്ക അടക്കം പ്രഖ്യാപിച്ചിരുന്നു. ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന നിലപാടിലാണ് അമേരിക്ക ഉണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 3 ബന്ദികളെ മോചിപ്പിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അവരുടെ പേരുകളടക്കം പുറത്തുവിട്ട പശ്ചാത്തലമുണ്ട്. അതിൽ ഇസ്രായേലി പൗരൻ അലക്സാണ്ടർ ട്രോഫാനേവ്, ഇസ്രായേലി US ഇസ്രായേലി സാഗുവിലെ ഡെക്കൻ ചെൽ, ഒപ്പം എയർ ഹോൺ എന്നീ 3 പേരെയാണ് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പുറത്തുവിട്ടിരിക്കുന്നത്. 3 പേരെയും കൃത്യസമയത്ത് വിട്ടയച്ചില്ലെങ്കിൽ ബോംബാക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത്. പകരമായി ഇസ്രായേൽ ജയിലിൽ നിന്ന് 369 പാലസ്തീനി തടവുകാരെ വിട്ടയക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാറിനെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ഈജിപ്തും ഖത്തറുമാണ് എന്നുള്ളതാണ്. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. ഈ ഹമാസിന്റെ പിടിയിൽ അവശേഷിക്കുന്ന ബന്ദികളാണ്, നിരവധി ബന്ദികൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ 3 പേരെയാണ് ഇപ്പോൾ വിടുന്നത് എന്നാണ്. ടെന്റുകളും അഭയകേന്ദ്രങ്ങളും അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള വെടിനിർത്തൽ കരാർ ലംഘനം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹമാസ് നേരത്തെ ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തി നേരത്തെ പറഞ്ഞു ഇസ്രായേലിൻ്റെ മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈജിപ്തും മറ്റും മുന്നോട്ട് വരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് മുതൽ വീണ്ടും ഗാസയിൽ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ ഇസ്രായേലും അമേരിക്കയും മറ്റും ആസൂത്രണം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ തൽക്കാലം അതിനൊരു അയവ് വരികയാണ് എന്നുള്ളതാണ്. ഈ കെയ്റോയിൽ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈജിപ്ഷ്യൻ പ്രതിനിധികൾ നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് വിജയിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 333 പേർ, 36 പേർ ഈ 369 പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിൽ 36 പേർ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടവരും 333 പേർ ഗാസയിൽ നിന്ന് ഉള്ളവരുമാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ജനുവരി 19 വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം 566 തടവുകാർക്ക് പകരമായി 16 ഇസ്രായേലികളെയും 5 തായ് ബന്ധികളെയും ഹമാസ് വിട്ടയച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. കൂടുതൽ ആളുകളെ വരും ദിവസങ്ങളിൽ വിട്ടയക്കണം എന്ന ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും എന്താണ് സംഭവിക്കുക എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന കർക്കശമായ ചില നിലപാടുകളുണ്ട്. അതനുസരിച്ചാകും ഇസ്രായേലിൻ്റെയും നീക്കം എന്നാണ് മനസ്സിലാകുന്നത്. ശ്രീജ. രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ +1 വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണവും ഇന്ന് ആരംഭിക്കും. ഈ കുട്ടിക്ക് സ്കൂളിലെ ക്ലർക്കിൽ നിന്ന് മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നതായി സഹപാഠികൾ മൊഴി നൽകിയിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, അതുമാത്രമല്ല ഈ കുട്ടിക്ക് മാത്രമല്ല ഈ ക്ലർക്ക് നിരന്തരമായി ഈ തരത്തിൽ പെരുമാറുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ആ സ്ഥാപനത്തിൽ തുടർന്നത്? കുട്ടികളെ നിരന്തരമായി ഇങ്ങനെ ഹരാസ് ചെയ്യാൻ ഒരാൾക്ക് എങ്ങനെയാണ് പറ്റിയത്? അതിലൊക്കെയും അന്വേഷണം വേണ്ടി വരില്ലേ? ആ എല്ലാ വിഷയങ്ങളും സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ +1 വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഹപാഠികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം അവർ ഈ മൊഴിയിൽ പരാമർശിക്കുന്ന കാര്യങ്ങളിലെ വസ്തുത പരിശോധിക്കുന്നതിന് വേണ്ടി വിശദമായ അന്വേഷണം തന്നെ നടത്തും. മറ്റേതെങ്കിലും ഈ വിദ്യാർത്ഥികളല്ലാത്ത സ്കൂളിലെ മറ്റ് അധ്യാപകർക്കോ അനധ്യാപകർക്കോ സമാനമായ തരത്തിലുള്ള അനുഭവം ഈ ക്ലർക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ച അന്വേഷണമാണ് ഇന്ന് തുടങ്ങുന്നത്. അതോടൊപ്പം ഈ വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ മരണകാരണം സംബന്ധിച്ച ഒരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. സമഗ്രമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. അതായത് ഈ ക്ലർക്കിനെതിരെ നേരത്തെയും സമാനമായ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നു എന്ന തരത്തിൽ ക്ഷോഭിച്ച് സംസാരിക്കുന്നു, മാനസികമായി അവരെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴൊന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് വിദ്യാർത്ഥികൾ മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപം. ആ വിഷയം തന്നെ വിശദമായി
പരിശോധിച്ച് മരണകാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മഹാകുംഭമേളയുടെ ചരിത്രത്തിൽ ഇടം നേടുകയാണ് ഗോത്രകലകൾ. അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലുള്ളവരാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിലെ 3-ാം മൈൽ മുണ്ടോട്ടൂരിലെ മാവിലൻ സമുദായത്തിന്റെ മംഗലം കളി, കണ്ണൂർ ജില്ലയിലെ പാനൂർ നരിക്കോട്ടുമലയിലെ കുറിച്യ സമുദായത്തിന്റെ കോൽക്കളി, ഇടുക്കി ജില്ലയിലെ മറയൂരിലെ കുമിട്ടാൻകുഴി ഊരിലെ ഹിൽപുലയ സമുദായത്തിന്റെ മലപ്പുലയാട്ടം എന്നീ ഗോത്രകലകളാണ് കുംഭമേളയിൽ പ്രദർശിപ്പിച്ചത്. മുതൽ പൂർണ്ണമായും വനവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമമാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ നേതൃത്വം വഹിച്ചത്. 2 ദിവസങ്ങളിലായി 150ഓളം ഗോത്രകലകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. പുലർച്ചെയോ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ സ്ഥിരമായി നടക്കാൻ പോകുന്നവരെ കണ്ടിട്ടില്ലേ? അവർ ആ നടത്തത്തിൽ ആരോഗ്യ ഉന്മേഷമൊക്കെ കിട്ടും. ഇതോടൊപ്പം മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ സ്ഥിരമായിട്ട് ഒന്നിച്ച് നടക്കുന്നവർ തമ്മിൽ നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവും, ഈ പോകുന്ന വഴിക്കുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് സ്ഥിരമായിട്ട് നടക്കാൻ പോയാൽ ഗുണങ്ങൾ. എന്നാൽ ഇടുക്കി മച്ചിപ്ലാവ് സ്വദേശിയായ ബൈജുവിന് പുലർച്ചെ എല്ലാ ദിവസവും നടക്കാൻ ഇറങ്ങുമ്പോൾ കിട്ടിയത് വ്യത്യസ്തമായൊരു സൗഹൃദമാണ്. എന്നും നടക്കാൻ കൂടെ എത്തുന്ന ഒരു തെരുവ് നായയുമായുള്ള ഒരു സ്പെഷ്യൽ സൗഹൃദം. സംരക്ഷണ കാര്യത്തിൽ കണിശക്കാരനാണ് മുൻ സൈനികനായിരുന്ന ബൈജു. എല്ലാ ദിവസവും പുലർച്ചെ നടക്കാൻ പോകും. അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് 4 മാസം മുൻപ് ഒരു തെരുവ് നായയും ബൈജുവിന് ഒപ്പം ചേർന്നത്. ആദ്യമൊക്കെ നായയുടെ നടത്തം കാര്യമായി എടുത്തില്ല. എന്നാൽ തുടർന്ന് എല്ലാ ദിവസവും നായയും ഒപ്പം നടക്കാനെത്തിയതോടെ ബൈജു ഈ നായയെ ശ്രദ്ധിച്ചു തുടങ്ങി. സാഥി എന്ന് പേര് നൽകി ബൈജു ഇവനെയും നടത്തത്തിൽ ഒപ്പം ചേർത്തു. ബൈജുവിന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഉറ്റ സുഹൃത്തിനെ പോലെയാണ് നടത്തം. പുലർച്ചെ വഴിയരികിൽ നിൽക്കുന്ന തെരുവ് നായ്ക്കൾ ബൈജുവിനെ ആക്രമിക്കാതെ സാഥി രക്ഷകനാകും. നടത്തമൊക്കെ നിർത്തി പിന്നീട് ജോലിക്ക് പോകുമ്പോഴും വാഹനത്തിന് പുറകെ ഓടി യാത്രയാക്കും. 4 മാസം മുമ്പ് ഞാൻ ഓടിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ഈ നായ്ക്കുട്ടി ചാടി വരുന്നത് എൻ്റെ മുമ്പിലേക്ക്. എന്നെ കുറച്ചുകൊണ്ടാണ് ചാടി വന്നത്. ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ഞാൻ ഓടിയിട്ട് പുള്ളിയുടെ തലയിലും തട്ടി ഓടിയിട്ട് തിരിച്ചു വരുമ്പോൾ വീട് വരെ പുള്ളി എൻ്റെ കൂടെ വന്നു. എന്നെ കൊണ്ടുവന്ന് കൊടുത്തു. 2 ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പുള്ളി തിരിച്ചു പോയി. പിറ്റേ ദിവസം ഞാൻ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഞാൻ ഓടാൻ ചെല്ലുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ ഈ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 22 കിലോമീറ്ററിൽ ഓടിയിരുന്നു. കണ്ടിന്യൂസ് ഇത്രയും കിലോമീറ്റർ ഈ പട്ടി എൻ്റെ കൂടെ ഓടി. എന്നെ വീട്ടിൽ വരെ കൊണ്ടുവന്ന് വിട്ടു. അങ്ങനെ 2 ദിവസം ഞാൻ ഓടാൻ പോയില്ല. 3-ാമത്തെ ദിവസം ഞാൻ ഓടാനായിട്ട് റെഡി ആകുമ്പോഴത്തേനും രാവിലെ പുള്ളി എൻ്റെ വീട്ടിൽ എന്നെ വന്ന് കാത്തു നിൽക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഡെയിലി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇവൻ കൂടെ വരുന്നതുകൊണ്ട് ഞാൻ ഇവനെ ഒഴിവാക്കാനായിട്ട് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് പോയി. 15 കിലോമീറ്ററിൽ ഞാൻ സൈക്കിൾ ഓട്ടി പോയി. 15 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ 30 കിലോമീറ്റർ ഈ പട്ടിക്കുട്ടി എൻ്റെ കൂടെ ഓടി. അന്നാണ് എനിക്ക് മനസ്സിലായത് ഇവൻ്റെ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന്. അന്ന് ഞാൻ ഇവന് പേരിട്ടു സാത്തി എന്ന്. ഹിന്ദിയിൽ സാത്തി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ്. അന്നുപോലെ ഞാൻ ഇവന് പൊട്ടു കൊടുക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരും. ഞാൻ എത്ര കിലോമീറ്റർ ഓടിയാലും പുള്ളി എൻ്റെ കൂടെ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കും. ഞാൻ നടന്നാൽ നടക്കും, ഓടിയാൽ ഓടും. നടത്തത്തിലെ കൂട്ട് പതിവായതോടെ സാഥി ബൈജുവിന്റെ വീട്ടിലെ ഒരംഗത്തെ പോലെയായി. ബൈജുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം പ്രിയപ്പെട്ടവനാണ് ഇന്നിവൻ. ന്യൂസ് 18 ഇടുക്കി. ബൈജുവിനും സാത്വിക്കും എല്ലാ ആശംസകളും. അങ്ങനെ നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടികളുമായി എത്തുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത്. അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവരെ തിരിച്ചറിഞ്ഞാൽ ഇനി അവർക്ക് വൻ തുക പിഴ ഈടാക്കും. ഇതോടകം 10 ലക്ഷത്തോളം രൂപ പിഴ ഇനത്തിൽ കുറ്റക്കാരിൽ നിന്ന് ഈടാക്കിയതായി അടിമാലി പഞ്ചായത്ത് വ്യക്തമാക്കി. പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എപ്പോഴും വലിയ തലവേദനയാണ്. പലപ്പോഴും മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ അധികൃതർക്ക് വലിയ പ്രതിസന്ധിയുണ്ട്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ എത്തുന്ന അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നത്.
റോഡ് വക്കിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നതായി കണ്ടെത്തിയാൽ കടുത്ത പിഴ ഈടാക്കും. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 10 ലക്ഷത്തിലധികം രൂപ പിഴ ഇനത്തിൽ ഈടാക്കിയതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞു. മാലിന്യ നിക്ഷേപ നടപടികൾക്ക് കർശനമായ പ്രോസിക്യൂഷൻ നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ 2 സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഈ സ്ഥാപനങ്ങൾക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് പഞ്ചായത്ത് അധികൃതർ നടപടി കർശനമാക്കിയതോടെ കഴിഞ്ഞ 1 വർഷക്കാലമായി മാലിന്യ നിക്ഷേപത്തിൽ കാര്യമായ കുറവും വന്നിട്ടുണ്ട്. എന്നാൽ ദേശീയപാതയോരത്തും മറ്റിടങ്ങളിലും CCTV ഇല്ലാത്തതുമൂലം പലപ്പോഴും കുറ്റക്കാരെ കണ്ടെത്താൻ പരിമിതിയുണ്ട്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് രഹസ്യ നിരീക്ഷണവും ശക്തമാക്കി. ന്യൂസ് 18 അടിമാലി. തണുത്തുറഞ്ഞ് മൂന്നാറിൻ്റെ പ്രഭാതങ്ങളൊക്കെ ഇപ്പോൾ ശൈത്യത്തിൻ്റെ പിടിയിലാണ്. മഞ്ഞ് ആസ്വദിക്കാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ ഇപ്പോൾ മൂന്നാറിലേക്ക് എത്തുന്നുണ്ട്. നാടാകെ ചുട്ടുപൊള്ളുകയാണ്. എന്നാൽ മൂന്നാറിലെ കാഴ്ച മറ്റൊന്നാണ്. ഫെബ്രുവരി പകുതിയായിട്ടും മൂന്നാർ മഞ്ഞു പുതച്ചു തന്നെ. ഡിസംബർ അവസാനം മുതൽ മൂന്നാറിലെ താപനില താഴ്ന്നു തുടങ്ങിയിരുന്നു. ചില ദിവസങ്ങളിൽ താപനില 0 അതിന് താഴെയും എത്തി. ഫെബ്രുവരി ആയിട്ട് പോലും തണുപ്പ് കുറയുന്നില്ല. ഫെബ്രുവരി 3-ാം തീയതിക്ക് ശേഷം ഇന്നേ വരെ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിലോ 5 ആണ്. ഇന്ന് രാവിലെ കൂടെ 2 ഡിഗ്രിയാണ്. ഇന്നലെ 2 ഡിഗ്രി, മിനിഞ്ഞാന്ന് 4 ഡിഗ്രി. തണുപ്പ് എന്താണെന്ന് അറിയത്തില്ല. വളരെ ഒരു മാറ്റമാണ്. ഇതിപ്പോൾ ഞാൻ പലരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫോറിനേഴ്സ് വരുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴും അവർ പറയുന്നൊരു ഭാഗത അവിടെ ഇത് തന്നെയാണെന്ന് പറഞ്ഞു. സമയം കഴിഞ്ഞിട്ടും വീണ്ടും തണുപ്പ് നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. നിരവധി പേരാണ് മൂന്നാറിലെ തണുപ്പ് ആസ്വദിക്കാൻ എത്തുന്നത്. Our beautiful climate in Munnar. Very cool in the morning, then soon warms up. Yes, I love Munnar. Second time I've been. A very beautiful place. It's a place you can't miss, really. It really is one of the top places in India. ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ തണുപ്പാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ചെണ്ടുവാരയിൽ -1 രേഖപ്പെടുത്തിയത്. രാവിലെ വൈകി എത്തുന്ന വെയിലും വൈകുന്നേരം പതിവിലും നേരത്തെ എത്തുന്ന തണുപ്പും മൂന്നാറിനെ കുളിരണിയിക്കുകയാണ്. ന്യൂസ് 18 മൂന്നാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ വായ്പയായി അനുവദിച്ച 529 കോടി രൂപ ചെലവഴിക്കുന്നത് ആലോചിക്കാൻ സംസ്ഥാന സർക്കാർ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിക്കും. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 1.5 മാസം മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് യോഗം. തിങ്കളാഴ്ചയോ യോഗം ചേർന്നേക്കും. സംസ്ഥാനം സമർപ്പിച്ച 16 പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കാനാണ് പലിശരഹിത വായ്പയായി കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചത്. എന്നാൽ തുക ചെലവഴിച്ച് മാർച്ച് 31-നകം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് കൈമാറണം എന്ന നിർദ്ദേശമാണ് ധനവകുപ്പിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. റവന്യൂ, പൊതുമരാമത്ത്, തദ്ദേശ വകുപ്പ് സെക്രട്ടറിമാരും KCB ജല അതോറിറ്റി മേധാവികളും ചർച്ചയിൽ പങ്കെടുക്കും. കേന്ദ്രം വായ്പയായി അനുവദിച്ച തുകയ്ക്കുള്ള ഭരണാനുമതി വിവിധ വകുപ്പുകൾ വൈകാതെ കൈമാറും. ഒരിടവേള കൂടി.